ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് ടേസ്റ്റി കിച്ചൺ ആൻഡ് വ്ളോഗ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ നാട്ടിൽ നിന്നും ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്തായിട്ട് VRT കരിങ്കയം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് മുഴുവനും റബ്ബർ എസ്റ്റേറ്റാണ്. ഞങ്ങൾക്ക് നേരത്തെ ഇവിടെ കുറച്ച് എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, ഒരു 10 ഏക്കർ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു 12 കൊല്ലത്തിന് ശേഷം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ്, അതുപോലെ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതാണ് കരിങ്കയം തോട്. ഈ തോട്ടിലൊക്കെ ഞാനും എൻ്റെ ബ്രദറും ഒക്കെ ചെറുപ്പകാലത്ത് ഒരുപാട് മീനുകളെയൊക്കെ പിടിച്ച് കളിച്ച് നടന്നൊരു സ്ഥലമാണിത്. ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് കാലം ഞാനും എൻ്റെ ബ്രദറും ഒക്കെ ഒരുപാട് ഈ തോടിൽ വെള്ളത്തിലൊക്കെ കളിച്ച് ചെറുപ്പകാലത്തിൽ കേട്ടോ. ഞങ്ങൾക്കിവിടെ റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സ്ഥലം ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ സ്ഥലത്ത് ഞങ്ങൾ ഈ തോടിൽ, നിങ്ങൾക്ക് ബാക്കിൽ കാണുന്ന തോടിൽ, ഇതിനെ തോടെന്നാണ് പറയുന്നത്. മലകളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണ് നമുക്ക് ഈ കാണുന്നത്, ശുദ്ധമായ നേച്ചർ ബ്യൂട്ടിയിലുള്ള വെള്ളം. അപ്പോൾ ഈ ഭാഗത്ത് നിന്നും വെള്ളത്തിൽ ഒരുപാട് മീനുകളെയൊക്കെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, തോർത്തൊക്കെ വെച്ച് ചെറുപ്പകാലത്തിൽ. ഞാനും എൻ്റെ ബ്രദറും, ചേട്ടൻ്റെ പേര് വിനോദ് എന്നായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ ഈ തോട്ടിൽ വെള്ളത്തിൽ തോർത്ത് വെച്ച് നല്ല കുറേ മീനുകൾ വരും, കളർഫുള്ളായിട്ടുള്ള മീനുകൾ. ഞങ്ങൾ ആ സമയത്തൊക്കെ അക്വേറിയം ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ തോട്ടിൽ കൊണ്ടുവന്ന മീൻ വളർത്താനുള്ളതൊക്കെ നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക, നല്ലൊരു കൗതുകം ഉണർത്തുന്ന കാഴ്ചകളാണ്. ഞാനിവിടെയൊക്കെ വരുന്നത് ഓൾമോസ്റ്റ് ഒരു 15-20 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ യൂട്യൂബിലൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പോൾ ഞങ്ങൾക്കിവിടെ ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, റബ്ബർ എസ്റ്റേറ്റ്. അതിന് ശേഷം കുറച്ച് നാൾക്ക് മുമ്പ് അതൊക്കെ വിറ്റു. ഈ ഒരു റബ്ബർ എസ്റ്റേറ്റ് ഞങ്ങളുടെ ആയിരുന്നു. അപ്പോൾ ഇവിടെ കുറേ ഭാഗങ്ങളൊക്കെ റീപ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ബാക്കിലായിട്ട് ഒരാൾ പാലെടുക്കുന്നത് കാണാം അല്ലേ, അത് റബ്ബർ പാലെടുക്കുന്നതാണ്. ഞാനിന്ന് അതുവരെ പോയിട്ട് വേഗം കാണിച്ചു തരാം. ഇപ്പോൾ ദാ ഈ ഒരു റബ്ബർ മരത്തിൽ നിന്നും അവർ പാലൊക്കെ എടുത്ത് വന്നതിന് ശേഷം ഇതാ ഈ ചിരട്ടയിലോട്ടാണ് ഈ പാല് മുഴുവനായിട്ടും വീഴുന്നത്. എന്നതിന് ശേഷം അവരിതിനെ റബ്ബർ ഷീറ്റ് ആക്കാനായിട്ടുള്ള പരിപാടികൾ ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പോയി കഴിയുമ്പം നമ്മൾ ദൂരെ നിന്ന് കണ്ട ആളെ കാണാനായിട്ട് പറ്റും. ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഈ ഒരു മരത്തിൽ നിന്ന് പാലെടുത്തിട്ട് ഒഴിക്കുന്ന സീനാണ് നമുക്ക് കാണുന്നത് ഇവിടെ. എന്നതിന് ശേഷം താഴത്തെ ഭാഗത്ത് ഉള്ള റോയിൽ നമുക്ക് പോവാം. ആ ചേട്ടൻ ഈ പാല് രാവിലെ നേരത്തെ, എത്ര മണിക്കാണ് ഇത് രാവിലെ എടുക്കുക? 5 മണിക്ക് വെട്ടും. 5 മണിക്ക് വെട്ടിയിട്ട് ഈ ഒരു സമയം അല്ലേ? ഓക്കെ. ഇത് മുകളിൽ നിന്ന് താഴേക്കാണ് അല്ലേ വരുന്നത്? എവിടെ നോക്കട്ടെ, എത്ര പാല് കിട്ടും ഒരു മരത്തിൽ നിന്നും? ഏകദേശം 300 മില്ലി. 300 മില്ലി. മരത്തിൻ്റെ ഇതനുസരിച്ചിട്ടിരിക്കും. ഓ ഒരു പഴയ ഓണർമാര് ഈ സ്ഥലത്തിൻ്റെ. ഒരു ദിവസം എത്ര ലിറ്റർ പാല് കിട്ടും? 60-70 ലിറ്റർ കിട്ടും അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എത്ര ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റും? 20 ഷീറ്റാണ് ഇപ്പോൾ ഒരു ദിവസം 60 ലിറ്റർ പാലെന്ന് അല്ലേ? അത് തൈമരമായതുകൊണ്ട് പാലിന് കൊഴുപ്പില്ല.
അപ്പോൾ അതുകൊണ്ട് അളവ് കൂടുതൽ ഒഴിക്കും. ഓ ഓ. മരത്തിന് മൂപ്പ് കൂടുന്നതനുസരിച്ച് പാലിന് കൊഴുപ്പ് കൂടുമ്പോൾ ഷീറ്റിൻ്റെ എണ്ണം കൂടും. ഷീറ്റിൻ്റെ എണ്ണം കൂടും. കൊഴുപ്പ് കൂടുന്തോറും ഷീറ്റിൻ്റെ എണ്ണം കൂടും അല്ലേ? അപ്പോൾ നമ്മൾ അളവ് കുറച്ച് ഒഴിച്ചാൽ മതി. ആ, ഏകദേശം ഒരു 800 ഗ്രാം ഉണങ്ങി കഴിയുമ്പോൾ 800 ഗ്രാം തൂക്കം കിട്ടുന്ന രീതിയിലാണ് ഷീറ്റ്. ഓക്കെ. ഇനി ഇതിലെന്തോ ഒരു ആസിഡൊക്കെ ഒഴിക്കില്ലേ? അതെ അതെ അതെ. എന്ത് ആസിഡാണത്? സൾഫ്യൂറിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡൊക്കെ അടിച്ചതിന് ശേഷം ആ ട്രെയിലേക്ക് ആക്കി വെക്കുമോ? അതെ അതെ. ഓക്കെ ഓക്കെ. ഇതിൽ വെള്ളവും ആസിഡും മിക്സ് ചെയ്തിട്ട് ട്രെയിലാക്കി വെക്കും. ഇതിൽ എത്ര വെള്ളം എടുക്കും അപ്പോൾ? ഇതിലിപ്പോൾ 1 ലിറ്റർ വെള്ളം ഒഴിക്കും. 1 ലിറ്റർ വെള്ളം. 60 ലിറ്ററിന് 1 ലിറ്റർ വെള്ളം. 60 ലിറ്ററിനല്ല, 3 ലിറ്റർ വെച്ചിട്ടാണ് ഒരു ഇതിൽ ഒഴിക്കുന്നത്. ഓ, ഒരു ട്രെയിൽ. 3 ലിറ്ററിനാണ് 1 ലിറ്റർ. ഓ ഹോ ഹോ ഹോ. ഇപ്പോൾ ഇതാ പാലൊക്കെ വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ ഇതാ പാലൊക്കെ എടുത്തിട്ട് ആ ഒരു ക്യാനിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്കിവിടെ 2 തരത്തിലുള്ള മെഷീൻ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് നമ്മൾക്ക് റബ്ബർ ഷീറ്റ് അടിക്കാനുള്ള മെഷീനാണ്. ഇത് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ളതാണ്. കണ്ടോ, ഇത് പ്ലെയിൻ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് സ്പൈറലായിട്ട് വരുന്നതാണ്. നമ്മളുടെ റബ്ബർ ഷീറ്റ് സ്പൈറലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മെഷീനിൽ ഇട്ട് കഴിയുമ്പോഴാണ് അത് സ്പൈറലായിട്ട് വരുന്നത്. ഇതിനെ അച്ച് മെഷീൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതാ ഈ ഒരു ക്യാനിൻ്റെ ഉള്ളിലാണ് നമ്മൾ അവിടെ കണ്ട റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കണ്ടുവച്ചിരുന്ന പാല് മുഴുവനും ഇതിലാണ് ആക്കി കൊണ്ടുവന്നിരിക്കുന്നത് ആ ചേട്ടൻ. ഇനി അതിനെയെല്ലാം നമ്മൾ ഈ ട്രെയിൻ്റെ ഉള്ളിൽ ആവശ്യമായിട്ട് വെള്ളവും ആസിഡും സൾഫ്യൂറിക് ആസിഡും കൂടെ ഒഴിച്ചിട്ട് കലക്കി ഇത് വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതാ നമ്മൾ ഇവിടെ ഫിൽറ്ററൊക്കെ വെച്ചിട്ട് ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട് പോവാണ് നമ്മളുടെ റബ്ബർ പാല്. അപ്പോൾ ക്യാനൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ കട്ടയൊക്കെ വരുന്നതോ അത് ഒട്ടുപാലാക്കി എടുക്കും. ഒട്ടുപാല് പുറത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടി നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ചേട്ടൻ ഒരെണ്ണം മാത്രം വെച്ച് കാണിച്ചു തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആ ട്രേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം തന്നെ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സൾഫ്യൂറിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡ് നമ്മൾ ആദ്യം പാൽ ഒഴിച്ചതിന് ശേഷം മാത്രമാണ് ഒഴിക്കുന്നത്. ഇത് എത്ര ലിറ്ററിൻ്റെ ഇതാണ്? 2 ലിറ്റർ. അപ്പോൾ നമ്മൾ 2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ചിരട്ടയിൽ എടുക്കുന്നത് 1 ലിറ്ററാണ്. അങ്ങനെ മൊത്തം 3 ലിറ്റർ ആണ് പാലൊഴിച്ചെടുക്കുന്നത്. ഇത് വെള്ളം 1 ലിറ്റർ വെള്ളം. ഇത് പാലിന് കൊഴുപ്പ് കുറവായതുകൊണ്ടാണ് 1 ലിറ്റർ വെള്ളം ഒഴിക്കുന്നത്. ഓ ഓ. ഇല്ലെങ്കിൽ ചിലപ്പോൾ 1.5 ഒഴിക്കും. 1.5 ഒഴിക്കും. ഇതിങ്ങനെ ഇളക്കി വിടുന്നത് എന്തിനാണ്? ആസിഡും വെള്ളവും കൂടെ പാലും മിക്സ് ആവാനായിട്ട്.
ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഷീറ്റ് റെഡി ആവാനായിട്ട് വെച്ചിരിക്കുന്നതാണത്. ഇതൊരു ഹാഫ് ആൻ അവർ കഴിയുന്ന സമയം ഇത് നല്ല സ്പോഞ്ച് പോലെ ആയി മാറും. എന്നതിന് ശേഷം മെഷീനിലോട്ട് ഇട്ട് കറക്കിയെടുത്ത് ബാക്കിയുള്ളത് ഞാൻ പുറത്ത് കുറച്ച് ഷീറ്റുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അതൊക്കെ വെച്ച് കാണിച്ചു തരാം. അപ്പം ഇതാ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ഇവിടെ കുറച്ച് ഷീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഷീറ്റ് അടിച്ചിട്ട് ഉണക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഇതാ ഇപ്പോഴും ഇതാ കണ്ടോ, ഞങ്ങളുടെ ആയിരുന്നു ഈ ഒരു സ്ഥലം. അപ്പോൾ ഒരു ഷീറ്റിൽ നമുക്ക് കാണിച്ചു തരാം. ഈ ഒരു ഷീറ്റിൽ കണ്ടോ VS എന്ന് കണ്ടോ, അച്ഛൻ്റെ പേരാണത്. ഇപ്പോഴും അത് തന്നെ അവർ ഫോളോ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അച്ഛൻ്റെ പേര് വെളുത്താക്കൽ സുന്ദരേശ്വരൻ എന്നായിരുന്നു. അപ്പോൾ ഇപ്പോഴും ആ അച്ചിൽ ഞാൻ കാണിച്ചു തന്ന ആ മെഷീനില്ലേ, ആ മെഷീനിൽ ഇപ്പോഴും VS എന്ന് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഷീറ്റുകളെല്ലാം ഇങ്ങനെ തന്നെ VS എന്ന് പറഞ്ഞ് അടിച്ചു വരുന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒട്ടുപാലില്ലേ, ആ പാലിൽ കൂടെ തന്നെ വന്ന ഒട്ടുപാല്, ചിരട്ടപ്പാല്, ആ ചിരട്ടയിൽ തന്നെ ഒട്ടി നിൽക്കുന്നത് ഇതുപോലെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് അവര്. അച്ഛനാണ്. അപ്പൊ അച്ഛൻ കുറച്ചുകൂടെയും വ്യക്തമായിട്ട് തന്നെ ഇതിനെ കുറിച്ചിട്ട് പറയാൻ പറ്റും. ഒട്ടുപാല് നമ്മൾ ഇന്ന് വെട്ടിയ പാല് എടുത്തു കഴിഞ്ഞ ശേഷം ബാക്കി ചിരട്ടയില് അല്പസ്വല്പമൊക്കെ ഒറ്റിയതുണ്ടാവും. അത് മറ്റന്നാളാകുമ്പോഴേക്കും അതങ്ങനെ കട്ട പിടിക്കും. എന്നിട്ട് മറ്റന്നാൾ വെട്ടുമ്പോ അതിനെ വലിച്ചെടുക്കും. അതാണ് ഈ ഒട്ടുപാല്. ഇത് മാർക്കറ്റിൽ വിറ്റ് കാശാക്കാം. ശരി. ഇതാ കണ്ടോ, ഇതിനൊരു മാതിരി സ്മെല്ലാണ്, ഭയങ്കര ഒരു സ്റ്റിക്കി സ്മെല്ലാണുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഇതെല്ലാം മൊത്തമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നതാണ് വലിയൊരു കാര്യം. അപ്പം അതാ ഈ ഭാഗങ്ങളിലുമായിട്ട് അവർ ഷീറ്റൊക്കെ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തൊട്ടു പുറകിലാണ് നമുക്കൊരു തോട് കാണുന്നത്. ആ തോടിലാണ് ഞാനും എൻ്റെ ബ്രദറും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഈ റബ്ബർ തോട്ടത്തിൽ വരുന്ന സമയത്തൊക്കെ അവിടെ ഇറങ്ങി കളിച്ച് തമർത്തിട്ടാണ് ഇവിടുന്ന് പോവാറുള്ളത് ചെറുപ്പകാലത്തിൽ. അപ്പോൾ ഞങ്ങളൊരു 10 കൊല്ലമായി ഈ റബ്ബർ എസ്റ്റേറ്റൊക്കെ ഒന്ന് കൊടുത്തിട്ട് വിറ്റു. ഞങ്ങൾ വേറൊരാൾക്ക് വിറ്റതാണ്. അതാകണ്ടോ, നമുക്ക് ഇറങ്ങി പോവാനായിട്ട് ചെറിയ സ്റ്റെപ്പ് പോലെയൊക്കെ അവർ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇറങ്ങണം എന്നൊക്കെ ഉണ്ട്, നോക്കട്ടെ. ഞാൻ ഒരു വീഡിയോ ഒരു ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കണം എന്നുണ്ട്, നോക്കട്ടെ ഞാനെന്നാ പറ്റുമോ എന്ന്. ഇപ്പോൾ ഈ ഒരു സമയം ആയതുകൊണ്ടാണ്, ഇന്നിപ്പോൾ ഞാൻ നവംബർ 29 ആണല്ലോ ഇന്ന്. അപ്പോൾ ഈ ഒരു സമയം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വെള്ളം മാത്രം ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അതേസമയം ഒരു മാസം 1.5 മാസം മുന്നേയൊക്കെ ഇങ്ങോട്ട് വന്നതായിരുന്നെങ്കിൽ നല്ലതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ചാട്ടമൊക്കെ ഉണ്ടാവും. ഇപ്പം ദാ ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട്. വാവ്, നല്ല തണുപ്പാണ് കേട്ടോ, കാല് നല്ല തണുപ്പാണ്. നല്ല മലയിൽനിന്ന് വരുന്ന വെള്ളമാണിത്. മലയിൽനിന്ന് വരുന്ന വെള്ളത്തിൽ എന്തൊരു തണുപ്പറിയോ കാലിനൊക്കെ, സൂപ്പറാണ്. ഞാനൊന്ന് കുറച്ചുകൂടെ ആ സൈഡിലോട്ടൊന്ന് പോയി നോക്കട്ടെ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ, സൂപ്പർ ആയിട്ടുണ്ട്. എന്താ പറയണ്ടതെന്ന് അറിയില്ല. നമ്മളെ ചെറുപ്പകാലത്തിൽ വിസിറ്റ് ചെയ്തൊരു സ്ഥലം ഒന്നുകൂടെ നമുക്ക് ഈ ഒരു സമയം വിസിറ്റ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ അമ്മയൊക്കെ വരുന്നുണ്ട്. അമ്മയും അച്ഛനും ഞാനും കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ പിടിച്ചൊന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത കിടിലം വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. ഇപ്പതാ അച്ഛനും അമ്മയും വന്ന് നിൽക്കുന്നുണ്ട്, എന്നെ വിളിക്കാൻ വന്നതാണ്. ഞാനാണെങ്കിൽ ഇവിടുന്ന് പോണില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും നിൽക്കുകയാണ്.